പറ്റി മോളെ അച്ചു? അവരെന്താ ചെയ്തു നിന്നോട്? അവരെ അടിക്കാൻ മാത്രം? കിച്ചു, നിനക്ക് നിങ്ങളെ നോക്കിക്കൂടായിരുന്നോ? നിന്റെ സഹോദരനല്ലേ ഇവിടെ? സോറി പപ്പ, ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ആവണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഇവൻ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാ. പിന്നെ എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. പപ്പ ആരും ചുമതലപ്പെടുത്തണമെന്നില്ല. ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാനൊന്ന് ചെന്നോട്ടെ. ശരി മോളെ, നീ ക്ലാസ്സിലേക്ക് പോക്കോ. എന്തായാലും ക്ലാസ് ഉള്ളതല്ലേ. പിന്നെ സെക്കൻഡ് ബ്രേക്ക് ആവുമ്പോ എന്റെ ഓഫീസിലേക്ക് ഒന്ന് വന്നേക്ക് കേട്ടോ നീ. പിന്നെ യു ഗൈസ് മേ ലീവ്. ആൻഡ് കിച്ചു, നീ നിന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചോണ്ട് പോയേ. ശരി പപ്പ. ആ ശരി ഡാഡി. പ്രിൻസിപ്പള് നിന്റെ പപ്പയാണെന്നറിയാം, പക്ഷേ അവൾ നിന്റെ സഹോദരിയാണോ? അല്ല, ഇവിടുത്തെ പ്രിൻസിപ്പള് എൻ്റെ കൊച്ചിച്ചൻ്റെ മോനാവൻ. ആണല്ലേ, കണ്ടപ്പോ തന്നെ തോന്നി. അപ്പോ നിങ്ങൾ രണ്ടുപേരും നല്ല ടീംസിലല്ലേ? അവള് അങ്ങനെയാണല്ലോ പ്രതികരിച്ചത്. അത് വിശ്വ, ഞാനും അവളും അത്രയ്ക്കും നല്ല ടീംസിലല്ല. അതെന്താ അങ്ങനെ? നീ എന്താ അയാളുമായിട്ട് നല്ല ടൈംസിലല്ലാത്ത? അതൊക്കെ ഒരു ബിഗ് സ്റ്റോറിയാടാ. എങ്കിൽ സ്റ്റോറി ടൈം. ഓയ്, ഗുഡ് മോർണിംഗ് ബ്രദർ. ഓ, മുതല് രാവിലെ തന്നെ എണീറ്റോ? നിനക്കിവിടെ വന്നിരിക്കാമല്ലോ, അപ്പൊ എനിക്ക് ഇവിടെ വന്നിരിക്കാം. ഓ മതി, ഒന്ന് പോയി കുളിക്കാമോ? നാറുന്ന്. പോടാ പട്ടി. ഡി അച്ചു, ഇന്ന് നീ റെഡിയായി നിൽക്കണം കേട്ടോ. നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് ഒരാളെ മീറ്റ് ചെയ്യാം. ഓ ഓ, എന്റെ ഏട്ടത്തി അമ്മ. ഡി മതി മതി. ഓ, ഞാൻ നിർത്തിയേ. മേഘ, ഇതാണ് ആർച്ച, ഇതാണ് മേഘ. ഹായ് ചേച്ചി. ഹലോ. അച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ടോ നിന്റെ ഭാവി ഏട്ടത്തിയെ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് മേഘ ചേച്ചിയല്ലേ? നേരെ കാണാനും പറ്റിയില്ല. മേ ബി തോന്നിയതായിരിക്കും. മേഘ ചേച്ചി എന്താ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്നേ? അതാരാ ചേച്ചിയുടെ കൂടെ? എക്സ്ക്യൂസ് മീ അങ്കിൾ, ഇവരാരാ? അവര് ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഇല്ലേ? അവരാഴ്ചയിൽ ഒരു ദിവസം ഇവിടെ സ്ഥിര റൂം എടുക്കാനുള്ളവര് തന്നെയാ. വാട്ട്? എന്താ കുഞ്ഞെ, വല്ല പ്രശ്നമുണ്ടോ? നോ. കിച്ചു, മേഘ ചേച്ചി നമ്മുടെ ചതിക്കേടാ. ഞാൻ കണ്ടതാടാ. മേഘ ചേച്ചി വേറൊരു ചെറുക്കനായിട്ട് ലോഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഞാൻ അങ്ങേരുടെ അടുത്ത് ചോദിച്ചു എന്താ ഇവരിവിടെയെന്ന്. അപ്പൊ എന്നോട് അയാൾ പറയുക അവർ രണ്ടുപേരും ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ടാ, ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ റൂം എടുക്കുന്നതാന്ന്. സത്യമാടാ, അവർ ഡെയിലി ഇവിടെ വരാറുണ്ട്. അടുത്ത ദിവസം ഞാൻ നിന്നെ കൊണ്ട് കാണിച്ചു തരാടാ, ഞാൻ സത്യമാ പറയുന്നത്. അച്ചു കൂൾ, നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കിച്ചു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ ടെൻഷൻ ആവണ്ട. ഞാൻ ടൗണിൽ നിൽക്കുമ്പോൾ ഞാൻ മേഘ ചേച്ചി കണ്ടു. മേഘ ചേച്ചി ഒരു ചെറുക്കനുമായിട്ട് ലോഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്നതായിരുന്നു. ഞാൻ ലോഡ്ജിൽ ആളടുത്ത് പോയി സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് അവർ ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട്സാ, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർ റൂം എടുക്കാറുണ്ട്. എടാ, ഞാൻ സത്യമാണ് പറയുന്നത്. വേണമെങ്കിൽ ഞാൻ നാളെ തന്നെ നിന്നെ കൊണ്ട് കാണിച്ചു തരാം. അവർ സ്ഥിരം അവിടെ നിന്നാണ് മീറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അച്ചു, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ നീ ആയതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുക. പക്ഷേ നാളെ ഞാൻ അവിടെ വന്ന് കാര്യങ്ങളിൽ ഒരു സത്യമില്ലെന്നറിയുമ്പോൾ എനിക്ക് നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതോട് ഓർത്തിട്ട് വേണം. കിച്ചു, ഞാൻ പറയുന്നത് സത്യവാ. ഞാൻ എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചു. എല്ലാവരും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. ഓഹോ, ഇവള് ഞാൻ വിചാരിച്ച പോലെ അല്ല. എന്റെ കണ്ണില് പാറ്റയിടാൻ നടക്കുന്നവളാ. ഞാനിവിടെ ഇവനെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ കിരണും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവള് പൊക്കിയെങ്കിൽ ഭാഗ്യത്തിന് നല്ല നിമിഷത്തിന് എനിക്കിവിടെ വരാൻ തോന്നി. അപ്പെല്ലാം പറഞ്ഞതുപോലെ ഇപ്പൊ ഫോട്ടോയിൽ കാണിച്ച രണ്ടുപേര് എന്നെയോ അവനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നും അവരെ അറിയത്തില്ലെന്നും അവള് കള്ളത്തരം പറയുന്നതാണെന്നും പറഞ്ഞോണം. അല്ലെങ്കിൽ ഈ ലോഡ്ജിൽ നടക്കുന്ന സകലമായ വൃത്തികെട്ട കേസുകളും ഞാൻ പോലീസിനോട് പറയും. അതേപോലെ തന്നെ ഞാൻ 2 ലക്ഷം രൂപ തന്നിരിക്കുന്നത്, കേട്ടല്ലോ? ഓ മാഡം, ഈ കള്ളത്തിനും പറയണേന് 2 ലക്ഷം രൂപ കൂടുതലാ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാന നിമിഷം കലയടിക്കാനാണ് പ്ലാനെങ്കിൽ അറിയാലോ എന്നെ. മാം ധൈര്യമായിട്ട് അങ്ങ് പോയാട്ടെ, ഇതെല്ലാം ഞാൻ ഏറ്റു. ഈ കുട്ടി ദിവസവും ഒരു ചെറുക്കൻ്റെ കൂടെ ഇവിടെ വരാറില്ലേടോ? ഇതാരാ? എനിക്കറിയില്ലല്ലോ. ഇതേത് കുട്ടിയാ? എനിക്കറിയില്ല. കള്ളത്തരം പറഞ്ഞോണ്ടല്ലോ. ഇന്നലെ ഞാൻ വന്നപ്പോ താൻ എന്തോടാ എന്നോട് പറഞ്ഞേ? ദേ കൊച്ചേ,
വെറുതെ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, എന്നെ മോളെ പ്രായമുള്ളതുകൊണ്ടാ ഞാൻ അങ്ങ് വെറുതെ വിടുന്നേ. ഡോ കള്ളത്തനം പറഞ്ഞോണ്ടല്ലോ. അച്ചു മതിയാക്ക്. ഏയ് കിച്ചു, നീ എന്താ ഇവിടെ? ആ ആർച്ചയുണ്ടല്ലോ, എന്താ ഇവിടെ? അല്ല, നീ എന്താ ഇവിടെ? അതോ, ഞാനിവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റില് ഷോപ്പിങ്ങിന് വന്നതാ. തിരിച്ചറിഞ്ഞപ്പോ നിങ്ങളിതാ ഈ ലോഡ്ജിലോട്ട് കയറുന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നതാ. എന്താ എന്താ പ്രശ്നം? നീ തന്നെയാടി ഇവിടത്തെ പ്രശ്നം. നീ ഇയാൾക്ക് പൈസ കൊടുത്ത് സെറ്റിലാക്കിയല്ലേ? ദേ ആർച്ച, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ ആർക്ക് പൈസ കൊടുത്താന്നാ താൻ പറയുന്നത്? താൻ കണ്ടോ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നത്? നിനക്ക് എന്നെ അവനെയും കണ്ടിട്ട് പൊട്ടന്മാരായിട്ട് തോന്നുന്നുണ്ടോ? പൈസ കൊടുത്ത് സെറ്റിലാക്കിയത് പോരാഞ്ഞും നാടകം കളിക്കുന്നു. അച്ചു അച്ചു എനിക്ക് നിന്നോട് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം നീ തൊലച്ചത്. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുവരുത്. നിന്നെ പോ, എവിടെന്ന് വെച്ചാ പോ. കിച്ചു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ സത്യം പറയുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കേക്കണ്ട. ഗെറ്റ് ലോസ്റ്റ്. പപ്പ, എനിക്ക് ഡാഡിയെ മിസ് ചെയ്യുന്നു. എനിക്ക് ലണ്ടനിലോട്ട് പോണം. അയ്യോ, മോള് പൊക്കോ. പക്ഷേ പപ്പയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കരയല്ലേ മോളെ. പപ്പയ്ക്ക് വിഷമമുണ്ടോ ഞാൻ പോണേല്? വിഷമില്ലെന്ന് പറഞ്ഞാ അതൊരു കള്ളായി പോവൂലേ. മോക്ക് ഡാഡിയെ കാണണ്ടേ, അതുകൊണ്ടല്ലേ. പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ലടാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം പപ്പേ. കിച്ചു, നീ എവിടെയായിരുന്നു? അത് പപ്പ, ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. പിന്നെ കിച്ചു, അച്ചു പറയുന്നത് അവൾക്ക് അവളുടെ ഡാഡിയെ മിസ് ചെയ്യുന്നു, അതുകൊണ്ട് അവൾക്ക് ലണ്ടനിലോട്ട് തിരിച്ചു പോണോന്നാ. നീ ഒന്ന് പറഞ്ഞ. പപ്പേ, അവള് പോയിട്ട് വന്നോട്ടെ. ഞാൻ എന്തിനാ പറയുന്നേ? അവള് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. പോയിട്ട് ഇവിടേക്ക് തന്നെയല്ലോ തിരിച്ചു വരുന്നത്. അതേപോലെ ഒന്നുമില്ലെങ്കിലും അവളുടെ ഡാഡിയെ മിസ് ചെയ്തിട്ടല്ലേ. ഇവനിത് എന്ത് പറ്റി? എന്നാലും നീ എന്നെ ഊളത്തനോടാ കാണിച്ചേ. അത് മറ്റേടത്തെ പരിപാടിയായി പോയി. ഇന്നലെ വന്നവളെയാണോ അതോ കുട്ടിക്കാലം മുതൽ നിന്റെ കൂടെ ഉണ്ടായിരുന്നവളെയാണോ നിനക്ക് വിശ്വാസം കൂടുതൽ? അത് നീ ചിന്തിക്കണമായിരുന്നു. അല്ല, നിന്റെ മറ്റവളെന്തിയേ? അവൾ ഓടിത്തപ്പിയോ? എടാ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിപ്പോയി. ഞാൻ അവളെ അവിശ്വസിച്ചതല്ല. പിന്നെ അവളെ കേസാണെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞു. അതേപോലെ തന്നെ പലതവണ ആ ലോഡ്ജിൽ വെച്ച് ഞാൻ അവളെ കാണാറും കൂടെ ഉണ്ടായിരുന്നു. അതോടെ എനിക്ക് മനസ്സിലായി. എന്നാലും അതിച്ചിരി കടുത്തു പോയി. അത് മോശമായി പോയി. പിന്നെ അവളെ പറ്റി എന്തേലും അറിയാടാ? എനിക്കെങ്ങനെ അറിയാനാ? പിന്നെ അവൻ 2-3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഞാനൊന്നും ഫോണൊന്നും എടുത്തില്ല. പിന്നെ അവ അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യമൊന്നും. ഇവിടെ വെച്ച അവനെ കാണുന്ന തന്നെ. സംസാരിച്ച് സെക്കൻഡ് ബ്രേക്ക് ആയി. അച്ചു, നിന്നടുത്ത് സെക്കൻഡ് ബ്രേക്കിന് പ്രിൻസിപ്പൽ ഓഫീസിൽ പോകാനല്ലേ പറഞ്ഞേ? അയ്യോ, പറയുമ്പോൾ ആ കാര്യം മറന്നുപോയി. ഞാൻ പോയി പപ്പയെ കണ്ടിട്ട് വരാം.